എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. നിങ്ങൾ പ്രാർത്ഥനയിൽ വളരെ സജീവമായി ജീസസ് എവരിഡേയിൽ പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കിട്ടുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് തമ്മിൽ പ്രാർത്ഥിക്കാനും ദൈവവചനം ധ്യാനിക്കാനും കർത്താവ് കൂടുതൽ കൃപ തരട്ടെ. കഴിഞ്ഞ ദിവസം അറിയിച്ചതുപോലെ പ്രൈസ് ജനറേഷൻ ഞങ്ങൾ ടീമായിട്ട് US-ലുണ്ട്. അവിടെ ഹൂസ്റ്റണിലും അതുപോലെ മിസൗറിയിലും വാഷിങ്ടൺ DC-യിലുമായിട്ടുള്ള മീറ്റിങ്ങിൻ്റെ പോസ്റ്ററുകൾ നിങ്ങൾ ഈ കൂട്ടത്തിൽ ശ്രദ്ധിക്കണം. ഫോൺ നമ്പർ ശ്രദ്ധിക്കണം. നേരിട്ട് കോണ്ടാക്ട് ചെയ്യാനും വന്ന് കാണാനും ഒക്കെയും അമേരിക്കയിലുള്ളവർക്ക് അവസരമുണ്ട്. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് ധാരാളം കൃപ കൊണ്ട് മൂടട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. बावर के बीच में तू कहता है दम जा, तू मेरी ताकत है, तू ही मेरा ईमान. बावर के बीच में तू कहता है दम जा, तू मेरी ताकत है, तू ही मेरा ईमान. बीट काल में तू साथ मेरे था, आज भी मेरे साथ है खड़ा. आने वाले कल में भी होगा उठते हुए उफानों में तू ही मेरी चट्टान. बढ़ती हुई लहरों पे तेरे कदमों के निशान. बीमारियों में तू कहता है उठ जा, यहोवा राफा, तू ही मेरी शिफा. बीमारियों में तू कहता है उठ जा, यहोवा राफा, तू ही मेरी शिफा. पीठ कल में तू साथ मेरे था, आज भी मेरे साथ है खड़ा. आने वाले कल में भी होगा उठते हुए उफानों में तू ही मेरी चट्टान. बढ़ती हुई लहरों पे तेरे कदमों के निशान. उठते हुए उफानों में तू ही मेरी चट्टान. बढ़ती हुई लहरों पे तेरे कदमों के निशान. बीमारी दे तेरा सच का, मुझ पर तेरा बस ना चल सका. ऐसा कोई शस्त्र ना बना तू कर सकेगा मेरा सामना. बीमारी दे तेरा सच का, मुझ पर तेरा बस ना चल सका.
ऐसा कोई शस्त्र ना बना जो कर सकेगा मेरा सामना। उठते हुए उफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान। उड़ते हुए उफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान। അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൽ 34 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവർ അവരിൽ ആരും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ പോക്കറ്റിൽ വെക്കുമെന്നല്ല, കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തന് അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. അതായത് അന്ന് കാൽക്കൽ വെക്കാൻ അത്രേ ഉണ്ടായിരുന്നു. ഇന്ന് പോക്കറ്റിൽ വെക്കാനേ ഉള്ളൂ. അന്ന് തമ്മിലുള്ള വ്യത്യാസം അതാണ്. അവർ ധാരാളമായി ദൈവരാജ്യത്തിൽ ചെലവ് ചെയ്തവരാണ്. രക്ഷിക്കപ്പെട്ടു വരുന്നവരെ, വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നവരെ, എല്ലാം നഷ്ടപ്പെട്ട് അപ്പനും അമ്മയും വീടും ധനങ്ങളും നഷ്ടപ്പെട്ടു വരുന്നവരാണ് യേശുവിനെ സ്വീകരിച്ചു വരുന്നവർ. അങ്ങനെയുള്ളവർക്ക് അഭയം കൊടുക്കാൻ അവരെല്ലാവരും ആദ്യമായി ഇറങ്ങി തിരിച്ചവർ വളരെയധികം ചെലവ് ചെയ്തു. അതുകൊണ്ട് അവരെ കർത്താവിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി ഈ ലോകത്തിൽ ജീവിക്കാൻ ഇറങ്ങിയവരല്ല. ജീവിക്കണം, അപ്പോൾ തന്നെ മറ്റുള്ളവരെ കർത്താവിനെന്ന വണ്ണം ശുശ്രൂഷ ചെയ്യാനും മനസ്സുള്ളവരായിരുന്നു. 36-ാം വാക്യത്തിൽ പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്ര ദ്വീപുകാരനായ ജോസഫ് എന്ന ലേവ്യൻ തനിക്കുണ്ടായ നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോസ്തലന്മാർ അദ്ദേഹത്തിന് ഒരു പേര് കൊടുത്തു, പ്രബോധന പുത്രൻ. എൻകറേജ് ചെയ്യുന്ന വ്യക്തി, മറ്റുള്ളവർക്ക് ഒരു പ്രബോധനമാണ്. അവൻ ചെയ്തത് അവൻ്റെ നിലം, തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അവനെ പത്രോസ് വിളിച്ചത്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ വിളിച്ചത് പ്രബോധനപുത്രൻ. അവൻ അതിനുവേണ്ടി ജനിച്ചവന്. മറ്റുള്ളവരെ ബലപ്പെടുത്തുക, ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങുക, മറ്റുള്ളവരുടെ വേദനയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, മറ്റുള്ളവർക്ക് കൈത്താങ്ങൽ കൊടുക്കുക. അങ്ങനെയുള്ളവർ സഭകളിലുണ്ടെങ്കിൽ ഒത്തിരി പേര് കർത്താവിന് വേണ്ടി കത്തി ജ്വലിക്കാനിടയാ. ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത്, ഞാൻ ചർച്ചിലോട്ട് വന്ന സമയത്ത് തിരുവനന്തപുരംകാരനായ ഒരു ജോണിയും പത്തനംതിട്ടക്കാരനായ ഒരു സൈമണും, ഇവരുടെ ഇടയിലോട്ടാണ് ഞാൻ ചെന്നപ്പോൾ, അവരുടെ ഇടയിലോട്ടാണ് ഞാൻ വന്ന് ചെന്നുപെട്ടത്. ചർച്ചിൽ വേറെ പലരുടെ ഇടയിൽ പെട്ടിരുന്നെങ്കിൽ ഞാനിന്ന് ദൈവകൃപയെ പോലും ഉണ്ടാകുമോ എന്ന് അറിയില്ല. ഇവർ പ്രാർത്ഥനാ മനുഷ്യരാണ്. രാത്രികളിൽ പ്രാർത്ഥിക്കും, ഉപവസിച്ച് പ്രാർത്ഥിക്കും. സഭയിലൊരു മീറ്റിംഗ് മുടക്കത്തില്ല. സാമ്പത്തികമായി അവർക്ക് പറയാനൊന്നും അധികമില്ല. എന്നാൽ ഒരാൾ വന്നാൽ ആളെ അവർ ശ്രദ്ധിക്കും, അവരെ ധൈര്യപ്പെടുത്തും. ചർച്ചിൽ വന്നപ്പോൾ എന്നോട് മിണ്ടാനൊന്നും അധികം പേരില്ല. സഭകളിലെ ഏറ്റവും വലിയ വിഷമമെന്ന് പറയുന്നത്, മിണ്ടുന്നവർ തമ്മിൽ മിണ്ടും, ഒരു പുതിയ ആളെ കാണുകയോ പരിചയപ്പെടുകയോ ഒന്നും ചെയ്യില്ല. കാരണം ദൈവസ്നേഹം, അന്ത്യകാലത്ത് ദൈവസ്നേഹം തണുത്തുപോയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസവും ദൈവസ്നേഹവും ഒക്കെ നഷ്ടപ്പെട്ട്
കാത്തിരിക്കുന്ന ഒരു സഭ കൂടിവരവുകളാണ് ഇന്ന് പലയിടത്തും കാണുന്നത്. ഒരു പുതിയൊരാൾ വരുമ്പോൾ, നമ്മുടെ വീട്ടിലൊരു പുതിയ കുഞ്ഞ് ജനിച്ചപ്പോൾ ഉണ്ടാകുന്ന എല്ലാവരും വട്ടത്തിൽ കൂടി ആ കരുതുന്ന കരുതലൊന്നും ഇന്ന് സഭകളിൽ അന്യം വന്നിരിക്കുകയാണ്. ആ ബന്ധങ്ങൾ തമ്മിൽ ബന്ധപ്പെടും, തമ്മിൽ മിണ്ടാൻ പോലും ആരുമില്ലാതെ പലരും ചർച്ചിൻ്റെ പല മൂലകളിലും മാറി നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനൊരു വ്യക്തിയായിരുന്നു ഞാൻ. ചെന്നപ്പോൾ എനിക്ക് മിണ്ടാൻ അധികം പേരില്ല. പാസ്റ്റർ എല്ലാവർക്കും വന്ന് കൈ കൊടുക്കും. അന്നൊരു ചെറിയ കൂട്ടമായി 70 പേരേ ഉള്ളൂ. അപ്പോൾ 5000 പേരുള്ളൊരു ചർച്ചിലെ പാസ്റ്ററിന് എല്ലാവർക്കും കൈ കൊടുക്കാൻ പറ്റില്ല. 1000 പേരായാലും 500 മുകളിലായ നടക്കൂല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സഭയിലുള്ളവർ ആ കൈക്ക്, ആ കൈത്താങ്ങൽ, ആ വരുന്നവർക്ക് ഒന്ന് കൈ കൊടുക്കാൻ പരുവത്തിൽ എഴുന്നേറ്റില്ലെങ്കിൽ ആ കൂട്ടായ്മയ്ക്ക് ബലമില്ലാതെ പോകും. ഒരു തലോടൽ, ഒരാശ്വാസവാക്ക്, ഇതൊക്കെയാണ് പ്രബോധനപുത്രൻ. വരുന്നവർക്കൊരു പ്രബോധനമാണ്. ഉൾക്കരുത്തില്ലാത്തവരെ ഒന്ന് താങ്ങും. ജോണി, തിരുവനന്തപുരംകാരനായ ജോണി വലിയ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. അദ്ദേഹം ഒരു പ്രോഫറ്റാണ്. സൈമൻ ഒരു പ്രോഫറ്റാണ്. അന്ന് ഇതൊന്നും അല്ലായിരുന്നു. ഞങ്ങളാരും ശുശ്രൂഷകരല്ല, ഞങ്ങളാരും പരിശുദ്ധാത്മാവിനെ പോലും പ്രാപിച്ചവരുമല്ല. എന്നാൽ തമ്മിൽ ഞാൻ ആദ്യമായിട്ട് വന്നു കയറിയപ്പോൾ അന്ന് ആ മീറ്റിങ്ങിൽ 3 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞ് അന്ന് എല്ലാവർക്കും ഭക്ഷണമുണ്ട്. അന്ന് സഭയിൽ പൈസ ഇടാൻ ആർക്കും പൈസയില്ല. പാസ്റ്റർ എം.എ. വർഗീസ് അദ്ദേഹം ജോലി ചെയ്ത് കിട്ടുന്ന പൈസയുടെ മുഴുവൻ പങ്കും ചർച്ചിലുള്ളവർക്ക് നല്ല ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ബീഫ് ബിരിയാണി, ഇതെല്ലാം പാസ്റ്ററിൻ്റെ പൈസ കൊണ്ടാണ്. പിള്ളേർക്ക് നല്ല ഉടുപ്പില്ല, പാസ്റ്ററിൻ്റെ 2 പിള്ളേർക്ക് നല്ല ഉടുപ്പില്ല. എന്നാൽ ചർച്ചിലെ ഒരു കാര്യത്തിനും ഒരു കുറവുമില്ല. ഒരു തുരുമ്പ് പിടിച്ച ഒരു മടക്കുന്ന സ്റ്റീൽ കസേരയും ഒരു ചൂരൽ കസേരയും തുരുമ്പ് പിടിച്ച ഒരു ഫ്രിഡ്ജും, ഇതല്ലാതെ പാസ്റ്റർ എം.എ. വർഗീസിന് ഒന്നുമില്ല. മഴ വരുമ്പോൾ ഷീറ്റ് ചോരുന്നത് കൊണ്ട് അവർ കൊട ചൂടി എഴുന്നേറ്റിരിക്കുന്ന 1991 കാലത്തെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. 70 100 ജനങ്ങൾ മാത്രമുള്ള കാലത്ത് അന്ന് ഉള്ളവർ തമ്മിൽ കൈത്താങ്ങൽ കൊടുക്കുന്നവരായിരുന്നു. ഇന്ന് ബഥേലേജി ലോകം മുഴുവൻ അറിയപ്പെടുന്ന 1100-ലധികം ദൈവദാസന്മാര് ലോകരാജ്യങ്ങളിലേക്ക് പോയ ഞാനുൾപ്പെടെ ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടായ്മ എങ്ങനെയുണ്ടായി? ഇത് കേൾക്കുന്ന ദൈവവേലക്കാരറിയണം. മറ്റുള്ളവരുടെ വേദനകളിൽ മനസ്സിലാക്കി അവർക്ക് കൈത്താങ്ങൽ, കൂട്ടായ്മ കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ, അന്ന് ഭക്ഷണം വിളമ്പുമ്പോൾ, ഞാനവിടെ മാറി നിൽക്കുമ്പോൾ പുതിയ ആളാണെന്ന് മനസ്സിലാക്കി എൻ്റെ അടുത്തോട്ട് ഓടി വന്ന് എന്നെ പിടിച്ച് സൈമനും ജോണിയും അവരുടെ നടുവിലിരുത്തി ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. എല്ലാവർക്കും ഭക്ഷണം വിളമ്പുമ്പോൾ എന്നെ പ്രത്യേകം കരുതി. എന്നും ഉള്ള പ്രാർത്ഥനകൾക്ക് നിർബന്ധിച്ചു, കരുതി, എപ്പോഴും കൂടെ നടത്തി. പ്രസംഗിക്കുന്നത് പിന്നത്തേതിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നു. ആരുടെ കൂടെ നടക്കണമെന്നും ആരോടുകൂടെ നടക്കരുതെന്നും പറഞ്ഞു തന്നു. 35 കിലോമീറ്ററൊക്കെ അന്ന് സൈക്കിള് ചവിട്ടി ജോണി എന്നെ, അദ്ദേഹമാണ് സൈക്കിളെ ഓട്ടുന്നത്. അത് കുന്നും മലയും പോലെയുള്ള സ്ഥലമാണ്. അത് കയറുമ്പോൾ നിന്ന് ചവിട്ടണം സൈക്കിള്. പുറകിലിരിക്കുന്ന എന്നെയും കൊണ്ട് 35 കിലോമീറ്ററൊക്കെ പോയി നൈറ്റ് പ്രയറിന് കൊണ്ടുപോകും. പ്രബോധനപുത്രന്മാർ ഉണ്ടായിരുന്ന ഒരു സഭ, മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുന്നവർ ഉണ്ടായിരുന്ന ഒരു കൂട്ടായ്മ. അങ്ങനെ ചെയ്തവരെ എല്ലാം ഞാൻ പറയാം, അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. എല്ലാവരും ദൈവവേലക്കാരായി. സഭയിൽ വരുന്നവരെ കൈത്താങ്ങൽ കൊടുത്തതും, സഭയിൽ പാസ്റ്ററിന് വേണ്ടി ഓരോ തലേ ദിവസത്തേക്ക് ഉള്ളി അരിഞ്ഞവരും ഇറച്ചി മുറിച്ചവരും സ്നാനക്കുളം ക്ലീനാക്കിയവരും അതിനകത്ത് വെള്ളം കോരി, ചിലപ്പോൾ വെള്ളം വരില്ല, സർക്കാർ വെള്ളം വരാത്തപ്പോൾ ദൂരെ പോയി ബോർവെല്ലിൽ നിന്ന് വെള്ളമെടുത്ത് ചുമന്നുകൊണ്ടുവന്ന് ഒഴിച്ച സഹോദരന്മാരെല്ലാം ഇന്ന് പല രാജ്യങ്ങളിൽ കർത്താവിൻ്റെ വേലയിലും ഉയർന്ന നിലയിലുമാണ്. പ്രബോധനപുത്രൻ, എന്നെ പ്രബോധിപ്പിച്ച മറ്റൊരാള് ഇന്ന് അമേരിക്കയിൽ ഏറ്റവും ഉയർന്ന ഒരു തലത്തിൽ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ കൂടിവരവിൻ്റെ സീനിയർ പാസ്റ്റർ.
വലിയ ബിസിനസ്സുകാരനാണ്. കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ദൈവം മറന്നു കളയുന്ന ദൈവമല്ല. തൻ്റെ നാമത്തിന് വേണ്ടി ചെയ്തതൊന്നും മറക്കില്ല. അതാണ് പ്രബോധനപുത്രൻ. ചർച്ചിൽ വന്ന് സ്വന്തം കാര്യം സിന്താബ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല. ഇടത്തും വലത്തും ആരെയും നോക്കത്തില്ല. വരിക, പോവുക, ആരുമായിട്ട് ബന്ധമില്ല, ആർക്കും ഒരു ഉപകാരമില്ലാത്ത, ഒരു വാക്കുകൊണ്ട് പോലും ആരെയും താങ്ങാത്ത ഒത്തിരി പേരുടെ കൂടിവരവുകളായി സഭകൾ അധപ്പതിച്ചു പോയി. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ പ്രബോധനപുത്രന്മാരുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ നടുവിൽ നീണ്ട 33 വർഷമായി കർത്താവിൻ്റെ വേല ചെയ്യാൻ കാരണം. എൻ്റെ കൂടെ എന്നെ കൊണ്ടുവന്ന് നടന്ന ഓരോരുത്തരും കർത്താവിൻ്റെ വേലയോട് പ്രിയപ്പെട്ടവരാണ്. ജ്ഞാനികളോടുകൂടെ നടക്കുക, നീയും ജ്ഞാനിയായി മാറും. ഭോഷന്മാർക്ക് കൂട്ടാളികളാകുന്നവരോ വ്യസനിക്കേണ്ടി വരും. ആ സീസണിൽ തന്നെ സഭയ്ക്കെതിരെ കുറച്ച് പേര് എഴുന്നേറ്റു. അവരുടെ കൂടെയും നല്ലൊരു പങ്ക് ആൾക്കാർ കൂടി. അവരെല്ലാം അവരോടൊപ്പം സഭ വിട്ടുപോയി. ഇന്നും ഗതി പിടിച്ചോ എന്നറിയില്ല, ആരെങ്കിലും രക്ഷപ്പെട്ടോ എന്നറിയില്ല. പലരും പാസ്റ്ററിന്റെ കാൽക്കൽ വന്ന് വീണ് കിടന്ന് കരഞ്ഞ് ക്ഷമ ചോദിക്കുന്നത്, രോഗം ബാധിച്ച് തകർന്ന് പാസ്റ്ററിന്റെ കാൽക്കൽ വന്ന് വീണ് കിടന്ന് ക്ഷമ ചോദിച്ചപ്പോൾ പാസ്റ്റർ അനുഗ്രഹിച്ചു വിട്ടതും കണ്ട കൂട്ടത്തിൽപ്പെട്ടവനാണ് ഞാൻ. അന്ന് പാസ്റ്ററോട് പാസ്റ്ററിന്റെ സങ്കടത്തിൽ കൂടെ നിന്ന് പാസ്റ്ററിന് പ്രബോധനമായവർ ഇന്ന് കാനഡയിലും പല രാജ്യങ്ങളിലും ശുശ്രൂഷയിലാണ്. പാസ്റ്ററെ ബലപ്പെടുത്തിയവർ, പാസ്റ്ററിനെ ധൈര്യപ്പെടുത്തിയവർ, പാസ്റ്ററിന്റെ കൂടെ കൈകോർത്തവർ, പ്രബോധന പുത്രന്മാർ അന്ന് സഭയിലുണ്ടായി. സഭയ്ക്കെതിരെ, സഭയ്ക്ക് വിരോധമായി സഭയിൽ നിന്ന് എഴുന്നേറ്റവർ കേസ് കൊടുത്തപ്പോൾ, സഭയിൽ വലിയ വഴക്ക് നടന്ന് ജനങ്ങൾ ഓടിയപ്പോൾ സഭയെ പൊതിഞ്ഞു നിന്ന പ്രബോധനപുത്രന്മാർ അന്ന് ബദേലേജി ബാംഗ്ലൂർ മലയാളം ചർച്ചിലുണ്ടായിരുന്നു. അന്ന് മലയാളം മാത്രമേ ഉള്ളൂ സഭ. ഇന്ന് അവിടെ ഇംഗ്ലീഷ് ചർച്ചുണ്ട്. ഇന്ന് ലോക രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ഒരു സമൂഹമായി ഇത് വലുതായി കിടക്കുന്നു. ഇംഗ്ലീഷ് സർവീസ് തന്നെ 20,000-ത്തിലധികം പേരുണ്ട്. മലയാള സർവീസ് കർണാടക, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് ഇങ്ങനെ പരന്നു കിടക്കുന്ന വലിയ ദൈവരാജ്യത്തിൻ്റെ ആത്മീക വലിപ്പം ഉണ്ടായത് പ്രബോധനങ്ങളിലും കൈത്താങ്ങലും തമ്മിലുള്ള സ്നേഹത്തിലുമാണ്. പ്രാർത്ഥിക്കുന്നവർ ധൈര്യപ്പെടും, ഞങ്ങളുണ്ടെന്നേ. ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഓടിച്ചെല്ലാൻ ഒരു തറവാട് പോലെ ഒരു വീടുണ്ടായിരുന്നു. പ്രബോധിപ്പിക്കുന്നവർ രാത്രി ഓൾനൈറ്റ് കഴിഞ്ഞ് നേരം വെളുക്കുമ്പോൾ പല്ല് തേക്കാൻ ഓൾനൈറ്റിൽ ആരും ഉറങ്ങുന്നില്ല. അതുകൊണ്ട് നേരെ പോയി ഇഡ്ഡലിയും സാമ്പാറും അതുണ്ടാക്കി തന്ന കുടുംബങ്ങളൊക്കെ, അവരുടെ മക്കളെല്ലാം ഞാൻ കാണുമ്പോൾ കുഞ്ഞുങ്ങളാണ്. ഇന്നെല്ലാം കർത്താവിൻ്റെ രാജ്യത്തിലും വളരെ വളരെ ഉയർന്ന തലങ്ങളിലും എത്തി. പ്രബോധന പുത്രന്മാരും പ്രബോധന പുത്രിമാരും സഭകളിലുള്ള കാലത്ത് സഭ ആർത്തു വളരും, കുടുംബങ്ങൾ അഭിവൃദ്ധിപ്പെടും. ഒരെണ്ണം പിന്മാറ്റത്തിൽ പോകില്ല. ഓടി വന്നാൽ കണ്ണുനീര് തുടക്കാനും ധൈര്യപ്പെടുത്തുവാനും കൂടെ കൊണ്ടു നടക്കാനും ആൾക്കാരുണ്ടോ? പ്രബോധനപുത്രൻ എന്ന വാക്കിൻ്റെ മൂലഭാഷയൊന്നും ഞാനിവിടെ പറഞ്ഞില്ല. പ്രബോധനപുത്രൻ എന്ന വാക്കിൻ്റെ ഞാൻ മനസ്സിലാക്കിയ അർത്ഥം ഇത്രയും വർഷത്തെ പരിചയത്തിൽ നിന്ന് പറഞ്ഞതാണ്. ഇത് കേൾക്കുന്ന നിങ്ങളുടെ സഭകളിൽ നിങ്ങളൊരു പ്രബോധന പുത്രിയും പ്രബോധന പുത്രനുമാകണം. അമേരിക്കയിലാണോ, കാനഡയിലാണോ, UK-യിലാണോ, ഗൾഫ് രാജ്യങ്ങളിലാണോ, യൂറോപ്യൻ രാജ്യങ്ങൾ, എവിടെയാണ് നിങ്ങൾ? വടക്കേ ഇന്ത്യയിലാണോ, കേരളത്തിന് വെളിയിലാണോ, ആലപ്പുഴ ജില്ലയ്ക്ക് വെളിയിലാണോ, എവിടെയാണെങ്കിലും നിങ്ങൾ പോകുന്ന സഭയിലെ പ്രബോധന പുത്രി നിങ്ങളായിരിക്കണം. നിങ്ങൾ പോകുന്ന സഭയിലെ പ്രബോധന പുത്രൻ നിങ്ങളായിരിക്കണം. ആ ബർന്നബാസാണ് ശൗലിനെ പൗലോസാകാൻ കൈത്താങ്ങൽ കൊടുത്ത് ബലപ്പെടുത്തി കൂട്ടായ്മയുടെ വലങ്കരം കൊടുത്തു. അനേകരെ കൈപിടിച്ചുയർത്തുവാൻ ദൈവം ഉപയോഗിച്ച ബർന്നബാസ്. പറഞ്ഞവസാനിപ്പിക്കാം. ഇതുപോലെയുള്ളവരുണ്ടോ? നമ്മുടെ വീട്ടിലും വേണം. എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ അതിനൊപ്പം നിന്ന് കുറ്റപ്പെടുത്താതെ, സാരമില്ല ഇനി അവസരമുണ്ടെന്ന് പറഞ്ഞു വീണ്ടും കൈപിടിച്ചെഴുന്നേൽപ്പിക്കുന്ന പ്രബോധന പുത്രന്മാരും പുത്രിമാരും മറ്റുള്ളവരുടെ ഇടയിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. എനിക്ക് എന്തെല്ലാം ദോഷമുണ്ടായിട്ടും മറ്റുള്ളവർക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് പല ദോഷമുണ്ടാകും.
അതുകൊണ്ടായിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു ദൈവദാസനെ, അവർ വളരെ കഷ്ടത്തിലാണ്, വളരെ ഞെരുക്കത്തിലാണ്. അപ്പോൾ ഞാനൊരു വിദേശ രാജ്യത്ത് ചെന്നപ്പോൾ അവിടെ ഒരു വലിയ ബിസിനസ്സുകാരനായ ഒരു ദൈവദാസനെ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു പാവപ്പെട്ട ദൈവദാസനുണ്ട്, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യണം. നാട്ടിൽ വന്നു. അദ്ദേഹത്തെ, സാധുവായ ദൈവദാസനെ വിളിച്ചു. അവർ കുടുംബമായിട്ട് ആ സ്ഥലത്ത് ചെന്നു. അന്ന് മുതൽ ഏകദേശം ഒരു 25 വർഷമായിട്ട് ആ ദൈവദാസനെ ഞാൻ പറയുന്ന ബിസിനസ്സുകാരനായ ദൈവദാസൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ സഹായം കിട്ടിയ ദൈവദാസൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടി പോയാലും, സഹായം മേടിക്കാൻ പോകണമെങ്കിലും കാണണമെങ്കിലും എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടി പോകണം. പോയാൽ പോലും ഞങ്ങളുടെ വീട്ടിൽ കയറൂല. നമ്മളൊരാൾക്കൊരു ഉപകാരം ചെയ്താൽ അവർ തിരിച്ച് ചെയ്യണമെന്നില്ല, എങ്കിലും സഹായം ചെയ്യുക എന്നുള്ളത് നമ്മൾ മറക്കരുത്. അങ്ങനെ കുറേ വേദനയുണ്ടായിട്ടുണ്ട്. നമ്മൾ സഹായിച്ചവരെല്ലാം നാളെ നമുക്ക് വേദനകളായി മാറിയാലും സഹായം ചെയ്യാനുള്ള, പ്രബോധിപ്പിക്കാനുള്ള നമ്മുടെ കൃപ നമ്മൾ ഇല്ലാതെയാക്കരുത്. ഞാനൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു സന്യാസി ഒരു കുളക്കരയിലിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു വിഷമുള്ള തേള് വെള്ളത്തിൽ വീണ് കിടക്കുന്നു. രക്ഷപ്പെടാൻ നോക്കുന്നു. സന്യാസിക്ക് അതിനെ രക്ഷപ്പെടുത്താൻ കയ്യിലൊന്നുമില്ല. അദ്ദേഹം കൈ കൊണ്ട് കോരി ഈ തേളിനെ കരയിലോട്ടിടാൻ നോക്കുമ്പോൾ തേള് ഇദ്ദേഹത്തെ കുത്തുകയാണ്. അദ്ദേഹം കൈ കുടയും, വീണ്ടും അതിനെടുക്കും, വീണ്ടും അത് കുത്തും, കൈ കുടയും, വീണ്ടും എടുക്കും, കൈ വേദനിച്ചിട്ട്. അപ്പോൾ എങ്ങനെ രക്ഷിച്ച് കരയിലോട്ടിടാനാണ്? അതിനു മുമ്പ് ഇത് കടിക്കുകയാണ്, കുത്തുകയാണ്. അപ്പോൾ കണ്ടു നിന്നവര്, ഗുരുവേ, എന്ത് വല്ല ആവശ്യമുണ്ടോ? ഈ വിഷത്തേളിനെ രക്ഷിക്കാൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? അത് കടിക്കുന്ന കണ്ടില്ലേ, അതിനെ ഞങ്ങൾ തല്ലിക്കൊല്ല്, അല്ലെങ്കിൽ കള, എഴുന്നേറ്റ് പോ. അപ്പം അദ്ദേഹം പറഞ്ഞു, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന, നന്മ ചെയ്യുന്ന എൻ്റെ സ്വഭാവത്തെ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന ഈ തേളിൻ്റെ സ്വഭാവം തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതായത് നന്മ ചെയ്ത് ഞാൻ ഈ തിന്മയെ ജയിക്കും. തേളിൻ്റെ ജോലി ദോഷം ചെയ്യുക, എൻ്റെ സ്വഭാവം നന്മ ചെയ്യുക. എൻ്റെ നന്മ ചെയ്യുന്ന നല്ല സ്വഭാവത്തെ തേളിൻ്റെ സ്വഭാവം തോൽപ്പിക്കാൻ ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. നന്മ ചെയ്ത് തിന്മയെ ജയിക്കുക. കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. പ്രബോധന പുത്രിമാരും പുത്രന്മാരും ഇന്നത്തെ ജീസസ് എവരിഡേ സന്ദേശത്തിലൂടെ എഴുന്നേറ്റ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഈ സന്ദേശം പലരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. പുതുതായി രക്ഷിക്കപ്പെട്ടു വരുന്ന ആരോരുമില്ലാത്തവർക്ക് അഭയമായി, നന്മയായി, അനുഗ്രഹമായി, കൈത്താങ്ങലായി, കണ്ണുനീർ തുടക്കുന്നവരായി, ആശ്വസിപ്പിക്കുന്നവരായി ഇവർ ഓരോരുത്തരും തീരട്ടെ. ഈ സന്ദേശം മുഖാന്തരം എല്ലാ സഭകളിൽ നിന്നും ഇത് കേൾക്കുന്നവരുടെ വീടുകളിൽ, സഭകളിൽ വലിയ മാറ്റം ഈ ദൈവവചനം കൊണ്ടുവരട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കും. നന്മ ചെയ്യാനുള്ള ശക്തി ഇവരിൽ ഉണ്ടാകട്ടെ. തിന്മയെ തോൽപ്പിക്കാനുള്ള ശക്തി ഉണ്ടാകട്ടെ. സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ വഴികളും വാതിലുകളും കർത്താവ് നിങ്ങൾക്ക് തുറക്കും. ആമേ. US യാത്രയെക്കുറിച്ച് ഞാൻ ഇട്ട പോസ്റ്റുകൾ ശ്രദ്ധിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.